കിട്ടി. നിങ്ങളിത് കണ്ടോ? ഇതേ വെറും മുട്ടയല്ല, കൂടോത്രം ചെയ്ത മുട്ടയാ. ഞങ്ങളുടെ ഈ പുതിയ കാറ് കണ്ടോ? ഇത് ഇന്നലെ വാങ്ങിയപ്പോഴേ അറിയായിരുന്നു ഇവിടുന്ന് ഒരു കൂടോത്രം മുട്ട കിട്ടുമെന്ന്. ഇതൊക്കെ ആരാ ചെയ്യുന്നതല്ലേ? ആ അയലത്ത് വീട്ടുകാരി. അവളായി മുട്ട കൊണ്ട് ഇവിടെ വെക്കുന്നത്. മഹാ അസൂയ പിടിച്ചവളാ. എന്തായാലും അങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മാവനൊന്ന് വിളിച്ച് പറയട്ടെ. ഹലോ അമ്മാവാ. ഹലോ. ആ ഇന്നും മുട്ട കിട്ടി. എന്നാ പുട്ടും കൂടി ഉണ്ടാക്കിക്കോ. മുട്ട വെച്ചൊരു പിടി അങ്ങ് പിടിക്കാം. അയ്യോ അതല്ല, കൂടോത്രം ചെയ്ത മുട്ട കിട്ടിയെന്നേ. ആ അയലത്ത് വീട്ടുകാരി പുത്തൻ കാറിനിട്ട് പണി പറ്റിച്ച്. അമ്മാവൻ ഇവിടെ വരെ വന്ന് ഈ പ്രശ്നം ഒന്ന് സോൾവ് ആക്കി തരണം. പിന്നെ ഞാനിനി അങ്ങ് വന്ന് ഞാൻ അതെടുത്തോണ്ട് പോയിട്ട് വേണേ എനിക്കൂടെ പണി കിട്ടാൻ. ഞാനിങ്ങനെ പയറ് പോലെ നടക്കുന്നുണ്ട്, നിനക്ക് സഹിക്കുന്നില്ലയോ? അയ്യോ അമ്മാവൻ അങ്ങനെ പറയരുത്. അമ്മാവൻ ഇങ്ങോട്ട് വന്നില്ലേ ഞാൻ ഈ മുട്ടയും കൊണ്ട് അങ്ങോട്ട് വരും. അങ്ങോട്ടൊന്നും വരണ്ട. അതെ, എന്റെ അറിവിലൊരു കൂടോത്ര സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പുള്ളിയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. നീ ധൈര്യമായിട്ടിരിക്കേ. ആ ഓക്കെ അമ്മാവ, നിനക്ക് ഞാൻ കാണിച്ചു തരാടി. എടി സാവിത്രി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. വീട്ടിൽ നിന്ന് ആടി ഇരിക്കാത്ത ഇങ്ങോട്ട് ഇറങ്ങി വാടി. എന്ത് വാടി കിടന്ന് കൂവുന്നേ? എടി കൂടോത്രക്കാരി, നിനക്ക് എന്തടി? അത് ഞാനല്ല നിന്നോട് ചോദിക്കണ്ടേ? ആരാടി പറഞ്ഞ കൂടോത്രം ചെയ്ത മുട്ട എന്റെ പറമ്പിൽ കൊണ്ടുവെക്കേ? കൂടോത്രോ? ഓ അഭിനയം, ഓടുക്കാത്ത അഭിനയം. നിങ്ങൾക്കറിയോ, ഞാനൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങി. പിറ്റേ ദിവസം നോക്കിയപ്പോ ഫ്രിഡ്ജിനടിയിലും മുട്ട. അത് ഞാനാന്ന് വെച്ചെന്ന് ആര് പറഞ്ഞു? പിന്നെ ആര്? ആ ഫ്രിഡ്ജ് ഇട്ട മുട്ടയോ? ഇവളാണ് ആ ഫ്രിഡ്ജ് കാണാൻ അവിടെ വന്നത്. വാ പൊളിച്ച് നിൽക്കുന്നപ്പോഴേ എനിക്ക് മനസ്സിലായതാ കൂടോത്ര മുട്ട ഇട്ട് എനിക്കൊരു പണി തരുമെന്ന്. നീ ഇത് എങ്ങോട്ടാടി ഈ മുട്ടയിട്ട് കേറി പോണേ? എടി 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 എടി, ഞാൻ ആ ഫ്രിഡ്ജ് വാങ്ങിയപ്പോ എന്റെ പഴയ ഫ്രിഡ്ജും കഴിഞ്ഞ ഓണത്തിന് വെച്ച സാമ്പാറും അവിയലും അടക്കം ഇവക്ക് ഞാൻ വെറുതെ കൊടുത്ത്. അതിന്റെ നന്ദി പോലും ഇവക്കില്ല. ആ പരട്ട ഫ്രിഡ്ജിന്റെ മിണ്ടിപ്പോകരുത്. അതിവിടെ കൊണ്ടുവച്ചേ പിന്നെ 3000 രൂപയുടെ കറണ്ട് ചാർജാ ഞാൻ മുഴുവൻ അടക്കുന്നത്. കണക്കായി പോയടി. ഇതൊക്കെ പോട്ടേന്ന് വെക്കാം. ഞാൻ എന്റെ പുതിയ ചുരിദാർ ഇന്നലെ ടെറസിൽ നനച്ചിട്ട് നോക്കിയപ്പോ അതിന്റെ മൂലക്ക് ഇവള് കൂടോത്രം ചെയ്ത മുട്ട വെച്ചിട്ടേ ഇല്ലാത്തത് പറഞ്ഞാണ്ടല്ലോ നിന്നെ തലയിൽ ഇടിച്ച് വീഴടി. കണ്ടോ കണ്ടോ കണ്ടോ, മുട്ട കൊണ്ടുള്ള കൂടോത്രം ഫലിക്കാത്തോണ്ട് നേരിട്ടുള്ള പ്രാക്കും തുടങ്ങി. എടി ഇതൊക്കെ തീരാൻ പോടി, നോക്കിയിരുന്നോ? ഒന്ന് പോയേടി. നിന്നോട് വായിട്ടലക്കുന്ന സമയം എന്റെ കോഴിക്കോ ആടിന് ഇത്തിരി തീറ്റ കൊടുത്താലേ അതിന്റെ നന്നേരും കിട്ടും. ആ നോക്കാം നമുക്ക്. ആരാ? അമ്മാവൻ പറഞ്ഞു വിട്ട ആളാ. ഓ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടായിരിക്കും അമ്മാവൻ പറഞ്ഞു വിട്ടേ. അങ്ങനെ പറഞ്ഞു വിട്ടതല്ല. ഇവിടെ എന്താ പ്രശ്നം ഉണ്ട്, അത് പരിഹരിക്കാൻ നിങ്ങളുടെ അമ്മാവൻ പറഞ്ഞു വിട്ട ആളാ ഞാൻ. സ്പെഷ്യലിസ്റ്റ് അല്ല. മുട്ട എന്ന് കാണിച്ചേ. ഇത് ഒട്ടപക്ഷിയുടെ മുട്ടയല്ലേ? ആ ലെൻസ് മാറ്റി നോക്കണം. കോഴിമുട്ടയാ, കോഴിമുട്ട. അതെ, ഞാൻ ഈ വേൾഡ് കപ്പിന്റെ ഒക്കെ തിരക്കിലായിരുന്നു. വേൾഡ് കപ്പിലുണ്ടോ കൂടോത്രം? കൂടോത്രം ഉണ്ടോന്നോ? എതിർ ടീം തോക്കാൻ വേണ്ടി ഫാൻസുകാർ പല നിറത്തിലല്ലേ മുട്ട കൂടോത്രം ചെയ്ത് കൊണ്ടുവന്നത്. നീല, മഞ്ഞ, ചുവപ്പ്, അതി പലതും ഞാൻ ഓടി നടന്ന് നിർവീര്യമാക്കി. എന്നാ ആ മുട്ടയും കൂടെ ഒന്ന് നിർവീര്യമാക്കി തരണം. ഇതുപോലായിരുന്നു നമ്മുടെ ദിവാകരൻ മുതലാളിയുടെ വീട്ടിൽ. 2 നില വീട്. വീടിന്റെ പാല് കാച്ചു കഴിഞ്ഞു 3-ാം ദിവസം വീടിന്റെ മുറ്റത്ത് 3 മുട്ട. എന്നിട്ട് വിറ്റ്. വീട് വിറ്റോ? വീട് വിറ്റില്ല, ആ 3 മുട്ടയും വിറ്റ്. മുട്ടയല്ലേ കൂടോത്രം ചെയ്തേ? ആ നമുക്കത് പരിഹരിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ കൂടോത്രം മാറ്റണം. അതിനായി 101 മുട്ട വേണം. ഈ മുട്ട നമ്മുടെ വീടിന്റെ 4 ഭാഗത്തും കുഴിച്ചിടണം. പിന്നെ ബാക്കി വരുന്ന മുട്ട നമ്മൾ നടക്കുന്നിടത്തെല്ലാം കുഴിച്ചിടണം. ഒരു മുട്ട കിട്ടിയതിന്റെ പേരിലാണ് ഇപ്പൊ പറമ്പ് നിറച്ചും മുട്ട വെക്കേണ്ട അവസ്ഥയായി. അല്ല, പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യണം. എല്ലാ ബുധനാഴ്ചയും 51 മുട്ട വാങ്ങിച്ച് ഇല്ല സ്റ്റെപ്പേൽ അടിച്ച് പൊട്ടിക്കണം. ഈ മുട്ട മേടിക്കുമ്പോൾ ഇവിടെ കവലയിലുള്ള ബീനയുടെ കടയിൽ നിന്ന് തന്നെ മേടിക്കണം. അതെന്തിനാ? കാരണം ഈ ബീന എന്റെ ഭാര്യ 10 രൂപ കൂടെ കിട്ടുന്നുണ്ട്. ഏത്? അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ബിസിനസ്. പിന്നെ ഈ ചില കോഴികൾക്ക് എന്നോട് ദേഷ്യമുണ്ട്. അതെന്താ? കാരണം ഞാൻ ഈ മുട്ട വിറ്റാണല്ലോ ജീവിക്കുന്നത്. അതിന്റെ ഒരു ദേഷ്യം. എനിക്ക് ഈ കൂടോത്രം ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ മുട്ടയിൽ എന്തോരം പോഷകം ഉള്ളതാ. അതായത് ഈ മുട്ട ഇവർക്ക് കൂടോത്രം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പുഴുകി തിന്നാ പോരെ. ആ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉണ്ണിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? ഉണ്ണിക്ക് കൊളസ്ട്രോൾ ഇല്ല, ഉണ്ണിയുടെ അച്ഛൻ രവിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. അയ്യോ അതല്ല, മുട്ടയിൽ ഉണ്ണിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? അതൊക്കെ ചുമ്മാ പറയുന്നേ. അല്ലെങ്കിൽ ഇത്രേ ഉണ്ണിയായിട്ട് നടക്കുന്ന ഈ പെടക്കോഴിയൊക്കെ എന്നേ ചാവേണ്ടതല്ലേ കൊളസ്ട്രോൾ വന്നു. അത് ശരിയാ. അതെ, പൊരുന്തം കോഴിയുണ്ടോ? എന്തിനാ? അല്ല, ഈ പൊരുന്തം കോഴി ഉണ്ടെങ്കിലേ ഇനി പറമ്പിൽ ആരേലും കൂടോത്ര മുട്ട വെക്കുവാണെങ്കിൽ നമുക്ക് ഈ പൊരുന്തം കോഴി എന്ന് അതിനടയിരിക്കും. അപ്പൊ നമുക്ക് കൂടോത്ര മുട്ട കണ്ടുപിടിക്കാൻ എളുപ്പമാവും. അങ്ങനെ 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 കൂടോത്രക്കാരി വരുന്നുണ്ട്. കൂടോത്രക്കാരി ആരാടി? ഇതാരാന്നോ? കൂടോത്രം ചെയ്ത മുട്ട ബുൾസ അടിച്ച് തിന്നുന്ന ആളാ.
സാധാരണ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളെന്നല്ലേ പറയുന്നത്? അതിനിവിടെ ചുട്ട കോഴി ഉണ്ടോ? ഇല്ല. മുട്ടയല്ലേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് നമുക്ക് അവിടെ പേടിപ്പിക്കാം. താനാണല്ലേ മുട്ടയിൽ കൂടോത്രം ചെയ്യുന്ന ആൾ. എടോ, തനിക്ക് 10 മുട്ട കിട്ടിയ അട വെക്കാൻ പാടില്ലേ? മുട്ട കൊണ്ടല്ലല്ലോ അട വെക്കുന്നത്, തേങ്ങയും ശർക്കരയും അരിപ്പൊടിയും കൊണ്ടല്ലേ അട വെക്കുന്നത്. ഇത്തിരി ജീരകവും ഏലക്കയും കൂട്ടാ പുളിക്കും. പുളിക്കാനാണെങ്കിൽ ഈസ്റ്റ് ഇടണം. രണ്ടുപേരും ഇവിടെ കിടന്ന് പുളിപ്പിക്കാതെ വന്ന കാര്യം പൊരുന്താനിരുന്ന കോഴിയുടെ കൂട്ടി താറാവിന്റെ മുട്ട കൊണ്ടുവന്ന് വെച്ച് താറാങ്കുഞ്ഞിനെ വിരിയിപ്പിച്ചെന്റെ വല്യപ്പൂപ്പ കാണിച്ചതാ. കൂടാത്ര അവിടെ നിന്ന് കാണിച്ചതാ. അങ്ങനെ ചെയ്താ മതിയോ? അതെ, എന്നും രാവിലെ എണീറ്റ് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് 32 അടി വടക്കോട്ട് നടക്കുക, അവിടുന്ന് 32 അടി തെക്കോട്ട് നടക്കുക, അവിടുന്ന് 32 അടി വീണ്ടും വടക്കോട്ട് നടക്കുക. ഇങ്ങനെ ദിവസം 3 തവണ നടന്നാ മതി, മാറിക്കോളും. അതെ, നടക്കുമ്പോ മാറാൻ എനിക്ക് കൊളസ്ട്രോൾ ഉള്ള കാര്യമല്ല പറഞ്ഞത്, കൂടോത്രം. അതെ, ഇതൊന്നും കണ്ടിട്ട് ഞാൻ പേടിക്കാൻ പോണില്ല. കോഴിക്കട്ടവന്റെ തലയിലെ പപ്പ് കാണും. ആര് പറഞ്ഞു? ഞാൻ കാണിക്കാലോ. ഇതെന്താ? പപ്പുവിനെ കാണിക്കാൻ പറഞ്ഞു. എന്റെ ബിനുപ്പപ്പ് ചേട്ടാ, നമ്മളോട് ക്ഷമിക്കണേ. എന്റെ മൊട്ടത്തറേ, നിന്ന് മിമിക്രി കാണിക്കാതെ പോയി കൂടോത്രം കണ്ടുപിടിക്കി. കാക്കയുടെ കൂട്ടി കുയിൽ വന്ന് മുട്ടയിട്ട് കുയിലും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കൂവിയപ്പോൾ തിരിച്ചു കൂവി എന്റെ കൊച്ചപ്പൂപ്പ. കൂടോത്രം അവിടെ നിന്ന് കാണിച്ചതാ. ആ മുട്ട എന്റെ കയ്യിലല്ലേ പറഞ്ഞല്ലേ. ഇനി ഈ മുട്ട ഞാൻ തറയിലെറിഞ്ഞ് പൊട്ടിക്കും. ഒരു മിനിറ്റ്, എങ്ങോട്ടാ ഈ പേടിച്ചു പോകുന്നതാ? പേടിച്ചോടുന്നല്ല, ഞാൻ ആ പാത്രത്തിൽ കുറച്ച് ഉള്ളി എടുത്തിട്ട് വരാം. എന്തിന്? അല്ല, താൻ എന്തായാലും ആ മുട്ട പൊട്ടിക്കാൻ പോലെ ഓംലേറ്റ് കഴിച്ച് കഴിക്കാം. അത്രയാകാലോ. ഞാന് ഒന്ന് നോക്കട്ടെ. ഇത് കുട്ടനാടിൽ നിന്ന് വന്ന മുട്ടയാണല്ലോ. അതെങ്ങനെ മനസ്സിലായി? ഈ മുട്ടയ്ക്ക് ചെറിയൊരു ഓളം. ശരിയാ, ഇവളെ വീട് കുട്ടനാടാ. അപ്പൊ കുട്ടനാടൻ കായലില് കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമിഴ്ന്ന് ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുയിലേ. സന്ധ്യക്കിന് കൊഞ്ചും പിടിക്കണം. മീനും പിടിക്കണോന്നല്ലേ? എനിക്ക് മീൻ ഇഷ്ടമല്ല, എനിക്ക് കൊഞ്ച ഇഷ്ടം. എന്റെ മൊട്ടത്തറേ, താൻ മൊട്ടത്തറയല്ല മുട്ടൻ തറയാ. പോയി കൂടോത്രം കണ്ടുപിടിക്കണോ? കൂടോത്രം കണ്ടുപിടിക്കാം. അതെ, കൂടോത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇട്ടൂരി കളിക്കുന്ന എളുപ്പമൊന്നുമല്ല, കണ്ടുപിടിക്കണം. എടി, 22-ാം നൂറ്റാണ്ടായി മനുഷ്യന്മാര് ചന്ദ്രനിൽ വരെ പോയി. അപ്പോഴാ അവളുടെ ഒരു കൂടോത്രം. അതെ, മനുഷ്യന്മാര് ചന്ദ്രനിൽ പോകുന്നത് മുട്ട വെച്ച് കൂടോത്രം ചെയ്യാനല്ല, ചന്ദ്രനെ കുറിച്ച് പഠിക്കാനാ. എടി, ഇതിനും മാത്രം എന്താടി ചന്ദ്രനെ കുറിച്ച് പഠിക്കാനുള്ളേ? ആദ്യ ദിവസങ്ങളിൽ ചന്ദ്രൻ വട്ടത്തിലായിരിക്കും, പിന്നെ തേങ്ങാപ്പൂള് പോലെ ഇരിക്കും. ഇതാണ് ചന്ദ്രൻ. അല്ലാതെ ഇതിനെ കുറിച്ചൊക്കെ എന്ത് പഠിക്കാനാ? എന്റെ ദൈവമേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കിട്ടി, കൂടോത്രക്കാരെ കിട്ടി. തീർന്നേ. അമ്മേ, പോകാം. അതെ, കിറ്റ് തീർന്ന കാര്യമല്ല പറഞ്ഞത്, നീ തീർന്നെന്ന്. കൂടോത്രക്കാരെ കിട്ടി. എവിടെ കൂടോത്രക്കാരി? എവിടെ? ഇത് കൂടോത്ര മുട്ടയൊന്നുമില്ല, ഇത് ഈ കോഴിയിട്ട മുട്ടയാ. ഈ കോഴിയാണ് ഈ വീട്ടിലെ മെയിൻ പ്രശ്നം. അയ്യോ, എന്റെ വനിച്ചിക്കോഴി. ഈ കോഴി മുട്ട ഇടാറുണ്ടോ നിങ്ങളുടെ വീട്ടിൽ വന്ന്? എന്റെ വീട്ടിൽ 2 വർഷം എനിക്ക് ഈ മുട്ട കിട്ടിയിട്ട്. 2 വർഷമായ മുട്ട കിട്ടിയിട്ട്? അപ്പൊ ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം പറഞ്ഞു കേട്ടെ. ഈ 2 വർഷത്തെ മുട്ടയുടെ പൈസ നീ അങ്ങോട്ട് കൊടുത്താൽ മതി, ഈ പ്രശ്നം ഇവിടെ എത്തിക്കും.